എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ലോക, തലവര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കാറ്. എന്നാൽ OTTയിൽ ആർക്കും തന്നെ മമ്മൂട്ടി സിനിമകൾ വേണ്ട. അതിനർത്ഥമാണ് ഡൊമിനിക്കും ബസൂക്കയും. ഡൊമിനിക്കിൻ്റെ OTT ഇത്രയും കാലമായിട്ട് വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTയിൽ വരാറുണ്ട്. ഇപ്പോഴത്തെ അവസാനം ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായ ഡൊമിനിക് ആമസോൺ പ്രൈമിലാണ് OTT റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോടെ സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. പുതിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. എന്നിട്ട് സിനിമ OTTയിൽ വന്നിട്ടില്ല. 2023 സിനിമ റിലീസായത്. ഇപ്പോഴത്തെ കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ മാസം 28 മുന്നേ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമല്ല സർക്കിറ്റിന് ലഭിച്ചത്. ആസിഫ് അലി നായകനായ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 26 സർക്കിറ്റിന്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു മാരിവിലും ഗോപുരങ്ങൾ. സിനിമ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇന്ദ്രജിത്ത്, വിൻസി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT എന്തുകൊണ്ടോ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം മാരിവിലും ഗോപുരത്തിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ സെപ്റ്റംബർ മാസം 25 മാരിവിലും ഗോപുരത്തിൻ്റെ OTT റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓടുംകുതിര ചാടുംകുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫഹദ് ഫാസിൽ നായകനായ സിനിമയാണ് ഓടുംകുതിര ചാടുംകുതിര. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ്. പക്ഷേ റിലീസിന് മുന്നേ തന്നെ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിർമ്മാതാക്കൾ രക്ഷപ്പെട്ടു. ഇപ്പോഴത്തെ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. കല്യാണിയാണ് സിനിമയിലെ നായിക. സെപ്റ്റംബർ മാസം 26 നെറ്റ്ഫ്ലിക്സിലാണ് ഓടുംകുതിരയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വർഷം മുന്നെയാണ് ഈ സിനിമ ഇറങ്ങിയത്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ചെക്ക്മേറ്റ്. അതുകൊണ്ട് ഒരുപാട് പേര് ചെക്ക്മേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 2 ചെക്ക്മേറ്റിൻ്റെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു സിനിമയായിരുന്നു ബസൂക്ക. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ബസൂക്കയിലെ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങൾ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. പക്ഷേ OTT ആണെങ്കിൽ വരുന്നുമില്ല. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. 2 മാസം മുന്നേ ബസൂക്കയുടെ OTT വിറ്റുപോയതാണ്. ഇതുവരെ റിലീസാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു ആക്ഷൻ സിനിമ സെപ്റ്റംബർ മാസം 26 സർപ്രൈസായിട്ട് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. കാരണം ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും OTTക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം ലാസ്റ്റ് വീക്കോടുകൂടി OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകനായ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 20 ആഭ്യന്തര കുറ്റവാളിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു മലയാള സിനിമയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷനും സിനിമ നേടി. പക്ഷേ OTTയിൽ മാത്രം വരുന്നില്ല. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ അടുത്ത വീക്ക് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഹൃദയപൂർവ്വം. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഹൃദയപൂർവ്വത്തിൻ്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സത്യൻ അന്തിക്കാട്, മോഹൻലാല് കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമ തിയേറ്ററുകളിൽ ക്ലിക്കായി. ഇപ്പോഴത്തെ സെപ്റ്റംബർ മാസം 30 ഹൃദയപൂർവ്വം OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ 250 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക. ഒരുപക്ഷെ ഇൻഡസ്ട്രി ഹിറ്റാകാനും സാധ്യതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ 300 കോടി ലോക നേടിയേക്കും. ഇപ്പോഴത്തെ ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ലോകയുടെ അടുത്ത ചാപ്റ്ററിൽ ടോനോ തോമസ് ആണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിലാണ് ലോക സിനിമ വരുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്കോ ഒക്ടോബർ ആദ്യ വാരമായിട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മിറായി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു തെലുങ്ക് സിനിമയാണ്. 100 കോടി നേടി ഹിറ്റായ സിനിമയാണ് മിറായി. ഈ സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ
റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.